കർത്താവിന് മഹത്വം. അല്പസമയം നമ്മുടെ ശ്രദ്ധ ദൈവവചനത്തേക്ക് ആക്കി തീർക്കുവാൻ നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കാം. Let's give our attention to the word of God. എല്ലാ ചിന്തകളും ഈ സമയത്ത് അല്പസമയം മാറി നിൽപ്പാൻ Let all thoughts be aside as of right now. Praise you God. Amen. Hallelujah. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് At the time of thinking right today, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു തുടങ്ങുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. let's start reading from some of the നമുക്ക് verses from Acts. സാവകാശം നിർത്തി ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് At the place right there that we can see, അവിടെ ചില ദുരുപദേശങ്ങൾ വന്ന് സംഭവിച്ചു. there was some false teachings over there. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, The reason was none other. ഇവരൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞവരാ. These are the only people who have known Christ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ പരീശന്മാരായിരുന്നു. But when you look back, they're Gentiles. അപ്പോൾ ഈ ശരിയായ രീതിയിൽ വിടേണ്ടത് വിട്ടില്ലെങ്കിൽ പിന്നെയും ഈ പലതും പഴയതുകൊണ്ട് വന്ന് ദൈവസന്നിധിയിൽ വരുന്ന ഒരു കൂട്ടരായിരുന്നു ഇവർ. Well, what should have been left, but they brought up it as they were Pharisees. ഇവിടെ വായിക്കുന്നത്, as we read here, നമുക്ക് അതിന്റെ മുകളിൽ കാണാം, the council of Jerusalem. യെരുശലേമിൽ നിന്ന് ചിലർ വന്നു. This is the council of Jerusalem, and some people came from Jerusalem. നിങ്ങൾ മോശ കൽപ്പിച്ച പോലെ അല്ലെങ്കിൽ ആചരിച്ചു വന്നതുപോലെ നിങ്ങൾ പരിച്ഛേദന ഏൽക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റില്ല. It says, unless you circumcise as required by the law of Moses, you cannot be saved. അത് ഉപദേശമായിട്ട് കൊടുക്കുകയായിരുന്നു. It has been given as a teaching. ഈ കാര്യം പൗലോസിനും ബർന്നബാസിനും അല്പം പ്രയാസമായിട്ട് തോന്നി. It was a little hard for them, Paul and Barnabas, to take. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു, നമുക്ക് പ്രശ്നം ഇവിടെ കൊണ്ട് ഒതുക്കില്ല. Let's not stop here, they said. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി നമ്മൾ കുറച്ചും കൂടെ ഹൈ ലെവലിൽ പോയിട്ട് ഈ വിഷയം സംസാരിക്കണം. The things that we can say is that we have to go a little more. അഞ്ചാമത്തെ വാക്യം ഇവിടെ വായിക്കുമ്പോൾ, എന്നാൽ പരീക്ഷാ പക്ഷത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ but some of the set of the Pharisees. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. പരീശന്മാരുടെ ഭാഗത്ത് നിന്ന് the sect of Pharisees, വിശ്വസിച്ച് some ഈ of the പ്രസംഗമൊക്കെ കേട്ട് വിശ്വസിച്ചു വന്നതാ വലിയ കാര്യത്തില്. the believers who have listened to the message പക്ഷേ and understood, വിടേണ്ടതിനെ വിടാൻ, but they to let go of the things that should have. ഇന്നും പല ദൈവസഭകളിൽ അതല്ലേ നടക്കുന്നേ? Isn't that what's happening in some churches today? Praise God. Praise the Lord. ആരാധനയുണ്ട്, There's worship, ഉപദേശമുണ്ട്, there's teaching, നല്ല നല്ല മെസ്സേജുകളുണ്ട്. there's great messages, പക്ഷേ പഴയ ആചാരങ്ങളൊന്നും വിടാൻ തരമില്ല, അതും കൂടെ ഇരിക്കട്ടെ എന്ന്. but they couldn't let go of some of the old traditions to let them അത് carry it on. സഭയുടെ ആചാരങ്ങളാകാം, It can be some of the traditions of the church, ദേശത്തിൻ്റെതായ it ആചാരങ്ങളാകാം. can be the traditions of the nation, ഇന്നും അത് വിടാൻ പറ്റില്ല. but we can't let it go. Praise God. Amen. ഇത് നമ്മൾ മാത്രമല്ല, ഇത് പണ്ടേ നടന്നുകൊണ്ടിരുന്നൊരു സംഭവമാണ്. കാരണം ഇവർ വന്ന ബേസ് നോക്കണം. ശരിയായ മാനസാന്തരം നടക്കാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു വിഷയമായത്. This is not just us, that if you look back, it's all the traditions that our forefathers followed. എന്നാൽ ഏഴാമത്തെ വാക്യം അവിടെ പറയുമ്പോൾ, When you look at the 7th verse over there, വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടായ ശേഷം അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. അപ്പൊ പത്രോസ് പറഞ്ഞത്, ഞാൻ പണ്ട് സുവിശേഷം പറഞ്ഞിരുന്നു, ജാതികളായിരിക്കുന്നവരും കൂടെ യഹൂദന്മാരല്ലാത്തവരും കൂടെ പരിച്ഛേദന ഏൽക്കാത്തവരും കൂടെ പരിച്ഛേദന ഏറ്റവരും കൂടെ ദൈവത്തെ അറിയണമെന്ന് ഞാൻ പ്രസംഗിച്ചിരുന്നു. That Peter stood up and said and addressed to the crowd, saying that there are many believers who are circumcised and uncircumcised who came to Christ.
ഹൃദയത്തെ അറിയുന്ന ദൈവം This is a God who knows your heart. നമുക്ക് ലഭിച്ച അതേ ആത്മാവിനെ അവർക്കും കൊടുത്തു. That we received the same Holy Spirit that they also received. അപ്പൊ പരിശുദ്ധാത്മാവ് പലർക്കും പല സൈസിലല്ല വരുന്നത്. പരിശുദ്ധാത്മാവ് ഒരേ രീതിയിലാണ് വരുന്നത്. The Holy Spirit is not given to different people according to the sizes, but it's only one. Praise God. Amen. Hallelujah. Amen. നമുക്കറിയാം, ഹൃദയത്തിന് പരിച്ഛേദന സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ, If there is no circumcision of the heart, ഇതെല്ലാം സംഭവിക്കും. how is this possible? എന്നാൽ പുതിയ നിയമത്തിലെ ഒരു പരിച്ഛേദനയുണ്ട്, അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. We'll look at the New Testament circumcised later. എങ്ങനെയാണ് പുതിയ നിയമത്തിലെ മറ്റൊരു പരിച്ഛേദന? കൊലോസ്യ ലേഖനം, Let's read Colossians where it says about the New Testament ഇവിടെ circumcision. രണ്ടാം ലേഖനത്തിൽ പറയുന്നുണ്ട്, Colossians 2. സ്നാനത്തിൽ കൂടെയുള്ള ഒരു പരിച്ഛേദന. There is a circumcision through baptism. Praise God. Praise the Lord. അപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് ഹൃദയത്തിന് വ്യത്യാസം വന്ന് The circumcision is a change of heart. യേശുക്രിസ്തുവിനോട് ചേരുവാൻ It's to come together with Christ, സ്നാനമേറ്റ ഒരു കൂട്ടര്. the ones who have been selected to be അത് baptized. സംഭവിക്കണമെങ്കിൽ ഹൃദയത്തിന് പരിച്ഛേദനയേക്കണം. For that to happen, you have to have a circumcision of heart. Praise God. ഇത് എവിടുന്നാ ഈ പരിച്ഛേദന തുടങ്ങി? Where has the circumcision started? അബ്രഹാമിൽ നിന്ന് തുടങ്ങിയത്. It അബ്രഹാമിൽ started from Abraham. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ Genesis 17. 9 മുതലുള്ള ചില വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. അവിടെ പറഞ്ഞത്, And God said to Abraham, as for നീയും thee, നിന്റെ സന്തതിയും that your generations, ആ തലമുറയായിട്ട് അത് പ്രമാണിക്കണം. ആ ആ ഇതാ ഞാൻ പറയാൻ പോകുന്ന നിയമം. അപ്പൊ നിയമം പറയുന്നതിന്റെ മുൻപേ കണ്ടീഷൻ പറഞ്ഞു. so before he was given the covenant, there was a condition given to him. ആ ആ നിങ്ങളുടെ കുടുംബത്തിലുള്ള സകല പുരുഷ പ്രജയും പരിച്ഛേദന ഏൽക്കണം. That everybody in your family, every man in your family should be circumcised in the flesh, of the foreskin. ആ അത് ഒരു അടയാളമാണ്. It is a token, it is a sign. അന്ന് ദൈവം അബ്രഹാമിനോട് കൊടുത്തു ഒരു അടയാളം, ഒരു നിയമം കൊടുത്തു. ഇത് ചെയ്താൽ ഹല്ലേലൂയ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധത്തിനൊരു സൈനായി. Abraham wasn't given a sign as a covenant saying this shows the covenant between you and me. ഇനി അടുത്തത് പറയുന്നു, ആ 8-ാം ദിവസം പ്രായമാകുമ്പോൾ ഈ പരിച്ഛേദന ചെയ്തിരിക്കണം. They should be circumcised start അടുത്തത്. from the 8 days. ഇനി വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായാലും അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും എല്ലാവർക്കും ഈ നിയമം ബാധകമായിരിക്കണം. For everybody born in their house or not born in their house, the covenant is to be honored. Praise God. Amen. എന്തിനാ ഇങ്ങനൊരു നിയമം കർത്താവേ? Why God has you brought this covenant? Praise God. Amen. അന്ന് ദൈവം ഒരു സൈൻ കൊടുത്തതാ. God has given a sign at the time നിന്റെയും നിന്റെ തലമുറയും കാണുമ്പോൾ that you and your generation, when he looks ഇവൻ at എൻ്റെ you, കവനന്റ് that പാലിച്ചവനാണെന്നറിയാം. they should honor that covenant. ദൈവത്തിന് സ്തോത്രം. Amen. എന്നാൽ അതിലും ജനം ഫെയിലായി. But the people have failed over there. പ്രവാചകന്മാരെ പിന്നെ അയച്ചു. The prophets were sent out. അവസാനം ഹൃദയത്തിന്റെ പരിച്ഛേദനയെ കുറിച്ച് വന്നു. Then it came to the heart, the circumcision of the heart. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം അവിടെ വായിക്കുമ്പോൾ If you read Philippians 3:3, നമുക്ക് നാം അല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ സ്ലോലി നമുക്കൊന്ന് പോകാം. നാം അല്ലോ പരിച്ഛേദനക്കാർ. for we are the circumcision. ആരാ? പുതിയ നിയമ വിശ്വാസികളോട് പറയുകയാണ്, It's given to the New നാമല്ലോ Testament believers. പരിച്ഛേദനക്കാർ. ഇനിയും ഈ പരിച്ഛേദനക്കാരുടെ പ്രത്യേകതയായി ഇനിയും വായിക്കാൻ പോകുന്നത്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന പരിച്ഛേദനക്കാർ. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചു പോണേ, ദൈവത്തെ ആരാധിക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ഇവനിൽ ഹൃദയത്തിലൊരു പരിച്ഛേദന ഉണ്ടായിട്ടില്ല. If you are not able to worship the Lord, then your heart wasn't circumcised.
ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും നമ്മുടെ കഴിവിൽ തന്നെ അറിവിൽ തന്നെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. And the glory in Christ Jesus and have no confidence in the flesh. Praise God. Amen. കൊലോസ്യർ 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളൊന്ന് വായിക്കാം. Colossians 2:11-13. അവിടെ പറയുന്നത് അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞ് കളഞ്ഞതിനാൽ തന്നെ. അപ്പൊ ഇവിടെ പറയുന്നു കൈകൊണ്ടല്ലാത്ത But right here it says it's not just by hand. ഒരു പരിച്ഛേദന ആവശ്യമാണ്. There is a circumcision need to be done. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്ന ഒരു പരിച്ഛേദന. That to get rid of the old man, to get rid of that circumcision. Praise God. Amen. അടുത്ത വാക്ക് എന്താ പറഞ്ഞറിയാമോ? The next verse. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പഴയ മനുഷ്യനെ ഉരിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യേകത ഇത്. This is the act of what happens if you get rid of the old man. Praise God. പഴയ മനുഷ്യനെ ഇന്നും വെച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ദൈവസഭയിലുണ്ട്, ദൈവസഭ അല്ലാതെയുണ്ട്. There are many people in the churches who are still holding on to that old man. Praise God. Amen. സ്നാനപ്പെടുമ്പോൾ എല്ലാം ഉരിഞ്ഞു കളഞ്ഞിട്ടാ, ഈ പഴയ ശരീരത്തെയൊക്കെ ഉരിഞ്ഞു കളഞ്ഞിട്ടാ സ്നാനപ്പെടുന്നത്. When you take baptism, you get rid of all the old man and then you be baptized. പക്ഷേ അതിന് ശേഷം പിന്മാറ്റം എന്നൊരു സാധനമുണ്ട്. But after that there is something called backsliding. അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ, that not being able to be rooted in that, പഴയതിനെക്കാട്ടിലും മോശമായി ജീവിക്കുന്ന ഒരു അനുഭവം ഉള്ളവരുണ്ട്. that you still continue worse on other than the old man. Praise God. അതല്ല പരിച്ഛേദന. That's not circumcision. അബ്രഹാമിന്റെ കാലത്ത് നടന്ന പരിച്ഛേദന ഒന്ന് ചെയ്താൽ പിന്നെ അത് പെർമനന്റ് ടെമ്പററി അല്ലായിരുന്നു. During the Abraham's time, when a circumcision was done, it was not temporary, but it was permanent forever. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല പരിച്ഛേദന എന്ന് പറയുന്നത്. It is not that something you can adjust with. That പരിച്ഛേദന എന്ന് പറയുന്നത് നിന്റെ മരണപര്യന്തം വരെ ഒരു സൈനാ നമ്മുടെ ശരീരത്തിൽ അന്ന്. It is the circumcision is at the time end. It is a sign, is a covenant. അങ്ങനെയെങ്കിൽ പുതിയ നിയമ വിശ്വാസിക്കുള്ള പരിച്ഛേദന എന്ന് പറയുന്നത് സ്നാനത്താലുള്ള പരിച്ഛേദന സാഹചര്യം വരുമ്പോൾ പിന്മാറ്റത്തിൽ പോകാനുള്ളതല്ല, ഉരിഞ്ഞുകളതിനെ വീണ്ടും എടുത്തു വെക്കുവാനുള്ളതല്ല. സ്തോത്രം. അത് യഥാർത്ഥ പരിച്ഛേദനയായിരിക്കണം മരണപര്യന്തം വരെ. As New Testament believers, you and I are called to be circumcised, not of physical procedure, but of the heart. And it is not that you can go ahead and continue living in the old man, but be rid of the old man. നാം അതുകൊണ്ടാണ് പറയുന്നത്, സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് വരുമ്പോൾ പറയാറുണ്ട്, ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവപര്യടം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. That when at the end, when you are baptized, when you get up out of the water, you say, be faithful to the end. അപ്പം മരണപര്യന്തം വരെ വിശ്വസ്തനായിരിക്കുന്ന പരിച്ഛേദനയാ ദൈവം ആഗ്രഹിക്കുന്നത്. That be faithful to the end is the true circumcision. Praise God. Amen. Hallelujah. എന്നാൽ പരിച്ഛേദന ഏറ്റവും ഏൽക്കാത്തതുമായ 4 കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. What should be taken circumcision, what shouldn't be. Let's talk about 4 things. ബുക്ക് ഓഫ് യെരമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. The book of Jeremiah. അവിടെ പറയുന്നത് ചെവി പരിച്ഛേദന ചെയ്യണം. That your ears should be circumcised. അവിടെ പറയുന്നത് അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ അവരോട് സംസാരിച്ചു. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു? അതൊരു ക്വസ്റ്റ്യൻ അവിടെ. To whom shall I speak and testify that they may hear? It's a question asking over there. കണ്ടോ, അവരുടെ ചെവിക്ക് പരിച്ഛേദന ഉണ്ടാകാഞ്ഞാൽ, because their ear is uncircumcised, ശ്രദ്ധിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. They cannot hear. Praise God. Amen. അപ്പോൾ ചെവിക്ക് പരിച്ഛേദന വേണം. Then your ear need to be circumcised. ഈ പരിച്ഛേദന പ്രാപിക്കാത്തതുകൊണ്ടാ, because you're not having done the circumcision, ദൈവവചനത്തിന് വേണ്ട
പ്രാധാന്യം കൊടുക്കാത്തത്. That you don't give the importance to the word of God. സ്തോത്രം. Amen. കർത്താവ് സംസാരിച്ചാലും Whether God talks, അത് മനസ്സിലാക്കാൻ കഴിയാത്തത് പരിച്ഛേദനയില്ലാത്ത ചെവി കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. the reason why you can't understand is because you walk with uncircumcised ear. Praise God. Amen. ആദ്യത്തെ ചോദ്യം മനസ്സിലാക്കണമേ. Understand the അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കണം ഇനിയും എന്നതിന്റെ അർത്ഥം. The question is, whom shall I speak and testify that they may hear? സ്തോത്രം. Amen. അവരുടെ ചെവിക്ക് പരിച്ഛേദന ഏൽക്കാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ചെവി മുറിച്ചു കളയണമെന്നാണ് അതിന്റെ അർത്ഥം. Does this mean that you cut off the ears? No, cleansing. It's the cleansing that you വിട്ടുകൊടുക്കുന്ന അവസ്ഥ. that to give. മറ്റൊന്നും കയറ്റി അടച്ചു വെക്കാതെ ദൈവശബ്ദത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ മുഴുവനുമായിട്ട് പെർമനന്റ് ആയിട്ട് വിട്ടുകൊടുക്കുന്ന അവസ്ഥയ്ക്കാണ് പരിച്ഛേദന. To submit all of it and not be closed on by things of the world, but with the word of God. മറന്നുപോകല്ലേ, Don't forget. അബ്രഹാമിന്റെ കാലത്ത് എന്തിനായി പരിച്ഛേദന ഏക്കമെന്ന് പറഞ്ഞതറിയാമോ? You know why Abraham's time they was given to take circumcision? മരണസമയത്തും മനസ്സിലാക്കും ഇവൻ പരിച്ഛേദന ഏറ്റവനായിരുന്നു. That until the end that he will remember that he circumcised. 6 മാസം കഴിഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നതല്ല It പരിച്ഛേദന. is not an adjustment after 6 months. ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ആ പരിച്ഛേദന ഞാൻ പണ്ട് ഏറ്റതാ, ഇപ്പൊ എനിക്ക് അത് പാടില്ലെന്ന് പറയാൻ പറ്റില്ല. പരിച്ഛേദന ഏറ്റവും പരിച്ഛേദനയായിട്ട് മരിക്കാനൊക്കത്തുള്ളവന്. It's not about according to the circumstance that you're circumcised and you are. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ സാഹചര്യം അനുസരിച്ച് ഇപ്പം നമുക്ക് പരിച്ഛേദനകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. Now in the New Testament we go according to the circumstance. ഇഷ്ടമുള്ളത് കേൾക്കാനുള്ള പരിച്ഛേദന. That we can hear what we want. നമ്മളെ സന്തോഷിപ്പിക്കുന്ന കേൾക്കാൻ ഒരു പ്രത്യേക പരിച്ഛേദന. There's what we can that pleases us. There's a type of circumcise. നമുക്ക് ഒരു ഉയർച്ച വരുമെന്ന് കേട്ട ഒരു മെസ്സേജ് ആണെങ്കിൽ അത് ബെസ്റ്റ് ആണ്. അതാണ് പരിച്ഛേദന. If we hear about a message that brings glory to us, then that's the good circumcision. പണിയുന്നതോ രക്ഷിക്കപ്പെടുന്നതോ ദൈവസന്നിധിയിൽ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിച്ഛേദനയില്ല. Now when there's that build, that to mold, then there is no circumcision for those. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, നിന്റെ ചെവിക്ക് പരിച്ഛേദന ഏറ്റില്ല എങ്കിൽ വചനം ഗ്രഹിപ്പാൻ പറ്റില്ല. Now today the word of God says, if you haven't circumcised your ear, then you cannot hear the word of God. ചിലരോട് നമ്മൾ പറയാറില്ലേ, എത്ര പറഞ്ഞാലും ആ പുള്ളിക്ക് മനസ്സിലാവത്തില്ലെന്ന്. You know how sometimes we tell people that how many ever times we tell him he won't hear? അതിന്റെ കാരണം പരിച്ഛേദന ഏറ്റിട്ടില്ല. That's because he hasn't had circumcision. ചെവിക്ക് കേൾവിയുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ഒരു പരിച്ഛേദന ഏൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല. Just because he can hear, he hasn't done circumcision. എത്ര പറഞ്ഞാലും അനുസരിക്കത്തില്ലെന്ന് കേട്ടിട്ടില്ലേ നമ്മൾ? Haven't you heard that however times that we tell him he won't obey? എന്താണെന്നറിയാമോ? പരിച്ഛേദന ഏറ്റിട്ടില്ല. That's because he hasn't had circumcision. Praise God. Amen. Praise God. Hallelujah. Amen. ദൈവമക്കളെ, Dear children of God, നമ്മെ തന്നെ നാം ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യേണ്ടത് let's ആവശ്യം. examine ourselves now. Hallelujah. രണ്ടാമത്തെ പരിച്ഛേദന ഏൽക്കേണ്ട ഒരു വിഷയമുണ്ട്. The second circumcision that ഒരു we need to വിഷയം be കൂടെ done. യെശയ്യാവ് എന്താ പറഞ്ഞതെന്ന് കൂടെ നോക്കാം. യെശയ്യാവ്, നമുക്ക് യിരെമ്യാവിനെ കുറിച്ച് മനസ്സിലാക്കി. യെശയ്യാവ് 50-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളൊന്ന് വായിക്കാമോ? Let's also look at Isaiah. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. The Lord Jehovah hath given me the tongue of them that are taught, that I may know how to sustain with words him that is weary. ഇങ്ങനെ നാവുള്ള എത്ര പേരുണ്ട് ദൈവസഭയില്? How many people has the tongue like this? തളർന്നിരിക്കുന്നവനെ താങ്ങുന്ന എത്ര വാക്കുകളുണ്ട്? Who sustains the weak. പ്രോസ്പെരിറ്റി അല്ല പറയുന്നത് കേട്ടോ. I'm not talking about prosperity. ഇപ്പം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വെച്ചോണ്ടാ ഭയങ്കര പ്രോസ്പെരിറ്റി. ഇപ്പം മാനസാന്തര പ്രസംഗമില്ല, പ്രോസ്പെരിറ്റി പ്രസംഗമാണ്. There is now no message of repentance but a prosperity. ഇന്നിപ്പോ തന്നെ നിന്റെ വിഷയങ്ങൾ വിട്ടുപോകുക. Now your things are going to be healed. നിന്റെ കെട്ട് ഇപ്പൊ അഴിയുക. That your chains will be നിന്റെ gone. രോഗം ഇപ്പൊ വിട്ടുപോകുക. That you'll be healed right now. തപ്പി നോക്ക്, മുഴയുണ്ടോ നോക്ക്. Let's check if you have that tumor still. ഇതൊക്കെയാ ഇപ്പോഴത്തെ മെസ്സേജുകള്. That this is the messages right here right now. Praise God. Amen. Hallelujah. Amen. അപ്പോൾ ശിഷ്യന്മാരുടെ ഒരു നാവ് എനിക്ക് തന്നു എന്ന് യെശയ്യാവ് പറയുമ്പോൾ, Give me a tongue of the disciples. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അവൻ രാവിലെ തോറും
ഉണർത്തുന്നു. He waketh morning by morning. ആരാന്നറിയാമോ? You അച്ഛാ ഇണ്ണീരച്ഛാ, ആ ഉണർത്തല്ല. not get up. Son. ഇത്രയും നേരമായിട്ട് കിടക്കുവാന്ന്, ആ ഉണർത്തല്ല It കേട്ടോ. is not talking about waking up early in the morning. ഉയരത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കും. That he heard from above. ഉയരത്തിൽ നിന്നൊരു ശബ്ദം That കേൾക്കും. he heard from above. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ ദൈവസഭയിൽ പ്രഭാതത്തിൽ 5 o'clock എഴുന്നേൽക്കുന്ന ചെറുപ്പക്കാരുണ്ട് കേട്ടോ. That I know that there's people in this church who wake up 5 o'clock in the morning. I'm telling you. I'm telling you. നമ്മുടെ ദൈവസഭയിലുണ്ടെന്ന്. That there is in our church. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ദൈവമക്കളുണ്ട്. That there is people who wake up early in the morning. ഇവിടെ പറയുന്നു, Here it says. അവൻ രാവിലെ തോറും ഉണരുകയല്ല. Praise That God. he waketh every morning. എന്നെ രാവിലെ തോറും അവൻ ഉണർത്തുക. എന്നിട്ട് ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് That to listen as disciples, that he wakes me up. ഞാൻ ഉണർന്നാ പിന്നെ ഓൾറെഡി ചെവി ഉണർന്നിരിക്കുകയല്ലേ? Well, if I'm awake, isn't my ears also awake? ഓട്ടോമാറ്റിക് അല്ലേ അത്? Isn't പിന്നെ ഈ automatic? രണ്ട് വാക്കൂടെ പറയേണ്ട കാര്യം. Why does it say 2 words here? പ്രഭാതത്തിൽ അവൻ എന്നെ ഉണർത്തുന്നു. In the morning he wakes me. അവന്റെ ശബ്ദം കേൾക്കുവാൻ എൻ്റെ ചെവിയെ അവൻ ഉണർത്തുന്നു. To hear his word, he has opened my ears. ദൈവമക്കളെ, ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ ഈ ചെവി ഒന്ന് ഉണർത്തിയേ പറ്റൂ. In order to listen to the word, you need to awaken your ear. നിനക്ക് ഉണർന്നിരിക്കാം, You can be awake, പക്ഷേ നിന്റെ ചെവി ഉണർന്നിരിക്കണമെന്നില്ല. but your ear cannot be awakened. ദൈവ ശബ്ദം മനസ്സിലാക്കണമെങ്കിൽ നിന്റെ ചെവി ഉണർന്നിരിക്കണം. If for the word to be heard, your ear have to be awakened. Praise God. Amen. ദൈവസഭയിൽ വരുമ്പോൾ, ആരാധനകൾക്ക് വരുമ്പോൾ, പ്രാർത്ഥനകൾക്ക് വരുമ്പോൾ, When you come to the church, when you come to prayers, or any other spiritual activities, സത്യത്തിൽ എത്ര സമയം നാം ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ ഇരിക്കാൻ കഴിയുന്നുണ്ട്? truthfully, how many times can we be in concentrate in church or in prayer നമ്മളെല്ലാം meetings? ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. I'm not talking about us here. പക്ഷേ ഇരിക്കാത്തവരെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുക. To think about the ones who don't. നാം ഉണർന്നായിരിക്കുന്നേ, That we are awakened. പക്ഷേ ചെവി എവിടൊക്കെ പോകുന്നറിയാം? Where all does our ear go? ചെവി പോകുന്നത് പല കാര്യങ്ങൾക്ക് പോകും, ഞാൻ പറയുന്നില്ല. I'm not going to tell what's right now, but ear goes everywhere. സ്തോത്രം. Amen. കണ്ണു പരിച്ഛേദന ചെയ്തണം കേട്ടോ. That you should be seen and take circumcision. ദൈവത്തിന് സ്തോത്രം. അതിലേക്ക് കടന്നു വരാം. Amen. ദൈവമക്കളെ, ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നമുക്ക് ഉണർന്നിരിക്കാൻ പറ്റും. Dear children of God, in the presence of the Lord, പക്ഷേ we can be ചെവി awakened. ഉണരണമെന്നില്ല. That our ears shouldn't be awakened. നിന്റെ ചെവി ഉണർന്നെങ്കിൽ മാത്രമേ വചനം ആഴമായിട്ട് വരത്തുള്ളൂ. Only if your ear is awakened, the word can be. ആ വചനം ആഴമായിട്ട് വന്നെങ്കിലേ ഫലം ഉണ്ടാകത്തുള്ളൂ. If the word comes into your heart, then only will you produce fruits. Praise God. Amen. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം ഒന്ന് വായിക്കാമോ? Let's read Acts of the Apostles. Chapter 7 verse 51. അവിടെ പറയുന്നത്, There it says, ശാഠ്യവും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, എന്തൊക്കെ സ്വഭാവം? you stiff-necked and uncircumcised in heart and ears. ശാഠ്യമാണ്. ഹൃദയത്തിൽ അങ്ങ് ഭയങ്കര ശാഠ്യ സ്വഭാവമുള്ളവർ. Stubborn or stiff-necked. ചെവിക്ക് അതിനും പരിച്ഛേദനയില്ല. your ears is not uncircumcised. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും വാക്കുകൾ കൊണ്ട് പരിശുദ്ധാത്മാവിനോട്, എന്ന് പറഞ്ഞാൽ ഈ ചെവി റിസീവിംഗ് മിഷനാണ്. That this ear is ഇത് തുറന്നു കൊടുക്കാതെ receives. ദൈവാത്മാവ് എങ്ങനെയാ ഉള്ളിലോട്ടൊന്ന് വരാൻ വഴി തുറന്നു കൊടുക്കുന്നത്? Without opening it, how can the word come into your heart? ശാഠ്യ സ്വഭാവം പോണം. That your stiff-neckedness need to be ഹൃദയം ഒന്ന് തുറക്കണം. that your heart needs to be opened. ചെവി ഒന്ന് തുറന്നു കൊടുക്കണം. That your ears need to be opened. Praise God. Hallelujah. ഇവിടെ പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും
എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. Here it says, you always resist the Holy Spirit as your fathers did. നമ്മുടെ അധരങ്ങളെ ദൈവസന്നിധിയിൽ പരിച്ഛേദന ചെയ്തില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനെ ശരിയായി മനസ്സിലാക്കുവാൻ പറ്റുന്നതല്ല. If our tongues is not circumcised, we truly don't understand the Holy Spirit. Praise you God. Amen. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് Next. ഹൃദയത്തെ പരിശോധന ചെയ്യണം. Next, circumcise the heart. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ The book of Leviticus. 40-41 വാക്യങ്ങളൊന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 26 verse 40 and 41. അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും നിർത്തേ. അപ്പൊ ഇവിടെ പറഞ്ഞു പരിച്ഛേദനയില്ലാത്ത ഹൃദയം ഉണ്ടായിരുന്നു. Here it says there was a heart that's uncircumcised. പരിച്ഛേദനയില്ലാത്ത ഹൃദയം ഉണ്ടെങ്കിലേ ആ 40-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, ഒന്ന് നോക്കിക്കേ. അവര് തങ്ങളുടെ അകൃത്യം, അപ്പന്മാരുടെ ഏതാകൃത്യം, ദ്രോഹിക്കുന്ന സ്വഭാവം, വിരോധമായി സംസാരിക്കുകയും ചെയ്യുകയും നടക്കുകയും ചെയ്യുന്ന സ്വഭാവം. Praise God. So it says that in contrary toward them, I walked in contrary unto them and brought them into the land of their enemies. If then they are uncircumcised, humble, then accept the punishment of their iniquity. പക വെച്ചുകൊണ്ടിരിക്കുക മനസ്സിൽ. Having revenge in your heart. പറയുമ്പോൾ വിശ്വാസിയാ. At the namesake you are a believer. ഭയങ്കര വിശ്വാസിയാ. That you're a great believer. പക്ഷേ ഹൃദയത്തിൽ ഇപ്പോഴും പറയും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മറ്റേത് മറക്കില്ല. But in your heart you'll say that whatever may come, I won't forget that. പ്രിയരെ, ശരിയായ ഒരു പരിച്ഛേദന അന്ന് നടന്നില്ല. Dear children of God, a true circumcision didn't happen. ദൈവത്തിന് സ്തോത്രം. Amen. അടുത്തത് ഇങ്ങോട്ട് പറയുക. അടുത്ത ആരോട് പറയുന്നു അറിയാമോ? അവരെ ശത്രുക്കളുടെ ദേശത്തും ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ദൈവസ്ഥൻ മനസ്സിലാക്കണമേ. Remember this in the presence of the Lord. നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാൻ പറ്റുമെന്നേ. That we can all examine ourselves. അതിനൊരു പ്രവാചകനെ വിളിച്ച് എന്തൊക്കെ അറിയണമെന്ന് ആവശ്യമില്ല. We don't need to call the prophets to understand that. അതിനൊരു പ്രവാചകനല്ല നിങ്ങളോട് പറയുന്നത്. That prophets shouldn't tell you that. ദൈവത്തിന് സ്തോത്രം. Amen. നാം എത്ര പ്രവാചകന്മാരെ കണ്ടിട്ട് നമ്മുടെ മാറ്റി നിർത്തി നമ്മുടെ കുറ്റങ്ങൾ കുറേ പറഞ്ഞ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന പ്രവാചകന്മാർ കുറവാണ്. How many prophets do you see to people who pull away to you and tell you your faults and wrongs? 2 കുറ്റം പറഞ്ഞാൽ 9 ഗുണങ്ങളെ പറയത്തുള്ളൂ അവര്. If they tell you 2 wrongs, they'll give you 9 correct things in your life. അതുമെല്ലാം ബൂസ്റ്റിംഗ് വേർഡുകളായിരിക്കും. They will be all making you grow. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, let me tell you, dear ഈ children, ദിവസങ്ങളിൽ ഇത് കൂടുന്ന സമയങ്ങളാകട്ടോ. that nowadays it's going to increase. പ്രവചനമില്ലെന്ന് ഞാൻ പറയില്ലേ. I'm not saying prophecy is not there. പക്ഷേ പ്രവചനം ആദായമായി എടുത്തവരെ സൂക്ഷിക്കണം. But prophecies that come into their lives, you should watch them. Praise God. Amen. Hallelujah. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലരോടും പറഞ്ഞിട്ടുണ്ട്. I have told many people in my life എൻ്റെ കുറ്റങ്ങളെ പറയുന്നതുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. that if there is any wrongs in my life, tell me that and I'm happy. നാളെ എൻ്റെ ആടിനെ വിറ്റിട്ട് ഞാൻ ആനയെ വാങ്ങിക്കുന്നതിൽ എങ്കിത്തെ പ്രയോജനം? ആന വരും, വരുന്ന സമയത്ത് ആന വരും. Not to tell that if I sell my goat, I'll get an elephant. If the elephant comes, let it come. നാളെ ഈ ആടിനെ വിറ്റാൽ ആനയെ വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രവാചകനോട് ചോദിക്കട്ടെ? ഒരു ആവശ്യവും എനിക്കില്ല. I don't need to ask a prophet to ask about if I sell the goat, I'll get an elephant. മറഞ്ഞിരിക്കുന്ന കുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നവനാ പ്രവാചകൻ. If there isn't any hidden wrongs in my life, you bring it out and tell me. ദൈവം അയച്ച ഒരുവൻ എൻ്റെ ഭവനത്തിലോ എന്നോട് സംസാരിക്കുന്നവനാ പ്രവാചകൻ. If the prophet who comes to the house and that talks to me, that's the prophet. എന്നിൽ ഫലം കായ്ക്കുവാൻ ഗുണം ചെയ്യുന്നവനാ പ്രവാചകൻ. It is the prophet who tells me to grow fruits in my life. That's the prophet.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അധികം ആ വാക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. I'm not continuing with those words. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ കൂടെ വായിക്കാം. Let's go to Deuteronomy. Deuteronomy chapter 10 verse 16 and 17. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ. ഇവിടെ പറയുന്നത്, Here it says, circumcise therefore the foreskin of your heart and be no more stiff-necked. ഇങ്ങനല്ലായിരുന്നല്ലോ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. But this is not how you told Abraham, ശരീരത്തിന് ചെയ്യാനാ പറഞ്ഞേ. that you told him to do it physically. സ്തോത്രം. Amen. പിന്നെ ദൈവത്തിന് മനസ്സിലായി, Then God understood ഇതിപ്പോ വഴിയെ പോകുന്നവനൊക്കെ ചെയ്യാം. that everybody in the way that goes, he can do it too. നോ, അത് നിർത്തവിടെ. No, stop that right now. ഇനിയും വേണ്ടിയതല്ല. I'm going to change the law. I'm going to change the law is what God ഇനിയും says. വേണ്ടത് ഹൃദയത്തിനാണ്. That it needs to be done in the heart now. Praise God. Amen. ഇവിടെ പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ ഒരു അഗ്രചർമ്മമുണ്ട്, Here it അതങ്ങ് says പരിച്ഛേദന ചെയ്യണം. that you need to cut off the foreskin of your heart. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഹൃദയത്തിന്? Is there something like that in your heart? അങ്ങനെ ആരെയും സർജറി ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഒരു പ്രത്യേക സർക്കംസ്റ്റാൻസിന് വേണ്ടി ആരുടെ ഹാർട്ട് സർജറി ചെയ്തിട്ടുണ്ടോ? ഇല്ല. Anybody seen it in surgery, a foreskin in your heart? You know, as long as you have the skin, you know what's the fault? You can't give yourself to God. That you cannot accept the things coming to you. That you cannot be compassionate. That you're very in rock-hearted. That you cannot give ears to the word. There's no submissive because the foreskin is covered. I don't care. Whatever you say, but I'm not going to care about it. You know why? അകത്ത് സ്കിൻ ഉണ്ടെന്നേ. Your foreskin's still there in the heart. വചനം പറയുന്നു, ആ സ്കിന്നിനെ കട്ട് ഓഫ് ചെയ്തോളാം. That you should cut off that foreskin of your heart. Praise God. Amen. ഇനിയും മേൽ ദുശാഠ്യമുള്ളവരാകരുത്. And be no more stiff-necked. എനിക്ക് ആ വാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. I like that word a lot. അടുത്ത വാക്ക് എന്താ അറിയാമോ? നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താവിൽ കർത്താവുമായവൻ, വല്ലഭനും ഭയങ്കരനുമായവൻ, അവൻ മഹാദൈവമാണെന്ന് മറക്കരുത്. So for Jehovah your God He is God of gods, the Lord of lords, the great God, the mighty and the terrible, who regardeth no person nor taketh away reward. ആരുടെ മുഖം നോക്കുന്നില്ല. He doesn't look at anybody's faces. ആരുടെ കയ്യിൽ നിന്ന് ഒന്നും വേണ്ട. He doesn't want anything from anybody. എന്താണെന്നറിയാമോ കാര്യം? You know why? ലഭിച്ചതെല്ലാം അവന്റെ ദാനമാണ്. Because all is received from is the mercy of the Lord. തന്നവൻ തിരിച്ചു ചോദിക്കത്തില്ല. That he won't take back what he given. ഭഗവാന്മാർക്ക് പഴം കൊടുത്താൽ മതി, തൃപ്തിപ്പെടും. That gods of the Hindu gods, that you can give them banana and then they'll give you anything back. കാരണം ഭഗവാനല്ലല്ലോ പഴം ഉണ്ടാക്കിയത്. Because the Hindu god is not the one who made the banana. പക്ഷേ എൻ്റെ ദൈവമാ സകലതും സൃഷ്ടിച്ചത്. But it's my God who created everything. എൻ്റെ കർത്താവിന് ആരുടെ ഒന്നും വേണ്ടാന്നേ. My God doesn't want anything from anybody. Praise God. Amen. നിന്റെ ഒരു പ്രശ്നവും കർത്താവിന് കേൾക്കണ്ടാന്ന്. That none of your problems God needs to listen. അവൻ ആരുടെ മുഖമൊന്നും നോക്കുന്നില്ല. That he doesn't look at anybody's face. നമുക്ക് പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടെന്നേ. That we have a lot of problems in our life. സ്തോത്രം. Amen. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാർ മക്കളെ ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ? Like when Jesus asked disciples, is there anything that you have caught today? ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടെങ്കിൽ ഇതാ. If you have caught anything today, you give me that. Praise God. Amen. പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടോ. Dear children of God, let me tell you. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പണ്ട് ഞാൻ ആരാധിച്ചതല്ല, നിന്റെ ഇപ്പോഴത്തെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. My God desires not of what you have done in the old, but right now, what the worship the right now. ഇനിയും അവസാനം നാലാമത്തെ പരിച്ഛേദന. Let's talk about the fourth circumcision. സ്തോത്രം. നമ്മൾ ആദ്യം വായിച്ച ഒരു ജഡത്തിലുള്ള പരിച്ഛേദന ഉണ്ടായിരുന്നു. There is a circumcision of the flesh. ആര്? ത്രൂ എബ്രഹാം. Through who? Abraham. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ when you come in the New Testament, സ്കിൻ കട്ട് ചെയ്യുന്ന പരിച്ഛേദന അങ്ങ് മാറി. that the physical procedure of it is done. എന്നാൽ അല്ലാത്ത ഒരു പരിച്ഛേദന പുതിയ നിയമത്തിൽ ശരീരത്തിന് മേലുണ്ട്. There's a different circumcision that comes to the New Testament വായിക്കുന്നതാ. that we read it a lot. 1 കൊരിന്ത്യർ ലേഖനം in 1 Corinthians 6-ാം അധ്യായത്തിന്റെ verses 6, 19-20 വാക്യങ്ങളൊന്ന് verses വായിക്കാമോ? 19 and 20.
ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ. അപ്പം ഇത് സംഭവം എന്തുവാന്ന് മനസ്സിലായോ? You know what we understand over here? ഈ കൊണ്ട് നടക്കുന്ന സാധനം That the thing that you carry around, ഗിഫ്റ്റാണെന്ന്. it is a gift from the Lord. ഇതിൽ എന്തുവാ ഇരിക്കേണ്ടതെന്ന് അറിയാമോ? You know what should be in here? ദൈവത്തിൻ്റെ ചിപ്പാകുന്ന പരിശുദ്ധാത്മാവ്. It is the chip that is the Holy Spirit. Praise God. Amen. ഈ ഫോൺ ഭയങ്കര വിലയുള്ളതായിരിക്കട്ടെ, The phone that we carry is very expensive. ഇതിൻ്റെ അകത്തൊരു ചിപ്പ് ഇട്ടില്ലെങ്കിൽ ഇതിന് ഒരു പ്രയോജനമില്ല. If there isn't a microchip in here, there's no use of it. കുറെ ഫോട്ടോ എടുക്കാമെന്നല്ലാതെ ഒരു പ്രയോജനമില്ല. You can take a couple of pictures, but it's no use. വില ഭയങ്കരമായിരിക്കും. It's a great expense. പക്ഷേ ഇതിന് ഏതെങ്കിലും ഒരു കമ്പനിയുടെ AT&Tയോ T-Mobile സേ എനിത്തിങ് അതിൻ്റെ അകത്തൊരു ചിപ്പ് ഇടണം. That whatever it may be, whatever carrier it may be, T-Mobile, AT&T has to put a SIM card in it. എന്തിനാണെന്നറിയാമോ ഈ ചിപ്പ് ഇടുന്നത്? You know why you put a chip in there? ഇതിൽ മാത്രമേ ടവറുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകത്തുള്ളൂ. Then only can it connect to the towers. ഇതിന്റെ വലിപ്പമല്ല വേണ്ടത്, ഇതിന്റെ അകത്ത് ചിപ്പുണ്ടോ എന്ന് കർത്താവ് നോക്കും. It is not the size that he looks at, it's the chip that's in your heart. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടാൻ പറ്റുള്ളൂ. The only person, if you only have the Holy Spirit inside you, then can you only connect with the Lord. ഇവിടെ പറയുന്നു നിങ്ങളുടെ ശരീരം അങ്ങ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണെന്നാ പറഞ്ഞത്. Here it says your body has been bought. പിന്നെ പറയുന്നു ഇത് നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ളതല്ലെന്നേ. Now it says that it is not for you. Praise God. Amen. നമ്മുടെ ശരീരം നമുക്കുള്ളതല്ല. The body that we carry is not for us. ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ, If anybody thinks like that, ചില ഭാര്യമാർ പറയും, ചില ഭർത്താക്കന്മാർ പറയും, ഇത് എൻ്റെ അച്ചാച്ചനാ, അല്ല ഇത് എൻ്റെ കൊച്ച, അയ്യോ ഞാൻ ആർക്കും തരത്തില്ല, അച്ചച്ച എനിക്ക് വേണ്ടി മാത്രമാണെന്ന് പറയും. Some wives and some husbands will say, or some kids will say, oh, this is my parent, this is my wife, this is my husband, that I won't give it to anybody. എത്ര നാൾ വരെ ഇത്? So how long do you think this is? ഈ പെട്ടിക്കകത്ത് കയറി 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇത് പറയുമോ? After you get into a coffin, after 3 days, would you say this? അപ്പോൾ മനസ്സിലാക്കണം ഇത് നമ്മുടെ അല്ലായിരുന്നു. That you should remember that it's not us. ഇതിനൊരു ഉടയവനുണ്ട്. There is a God, there's a creator. ഇതിനൊരു ഉടയവനുണ്ട്. There's a creator. പക്ഷേ നമ്മൾ ആയുസ്സോടെ ആയിരിക്കുന്ന കാലത്തോളം ഇത് എൻ്റെ അച്ചാച്ചനും എൻ്റെ ഹബിയും എൻ്റെ ബേബിയുമാ. As long as we are here, this is my wife and this is my husband, this is my love. പക്ഷേ ഈ ശരീരത്തിന് ഉടയവനുണ്ടോ? But there is a creator of this body. Praise God. Amen. Hallelujah. Hallelujah. ചില കല്യാണം കഴിക്കുമ്പോൾ പഠിപ്പിക്കുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഭാര്യയെ ഇങ്ങ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് പോലെ. But some people, some teachings that you hear in marriages, that it's like your wife is bought. ഭാര്യ അങ്ങ് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. Your wife has been bought. ഇഷ്ടമുള്ളതൊക്കെ പറയാൻ, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ, ഇഷ്ടമുള്ള പോലൊക്കെ ചെയ്യിപ്പിക്കാനും ഒക്കെയാ. It is, you can say whatever, you can do whatever, and then you can make it however you want it. പരിച്ഛേദന എടുക്കാത്തോണ്ടാ ഇത്ര കാര്യം. It's because you haven't circumcised. ഹൃദയത്തിന് പരിച്ഛേദന ഏക്കാത്തോണ്ടാ. There is no circumcision in the നാം heart. വിവാഹം കഴിച്ച ഭർത്താവിനും ഭാര്യയ്ക്കും പോലും ഒരു അവകാശമുണ്ടോ? The wives and the husband that we married, there's also a creator for them. സ്തോത്രം. ഇവിടെ പറയുന്നു നിങ്ങൾക്കുള്ളവരല്ല. That you don't belong to yourself. അതുകൊണ്ട് ഈ ശരീരം എനിക്കുള്ളതല്ല എനിക്ക് ബോധമുണ്ടെങ്കിൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം ഇതിന്റെ ഓണറുണ്ട്, ബോസുണ്ട്. ആ ബോസിനെ മഹത്വപ്പെടുത്തണമെന്ന്. Because you don't belong to yourself, you were bought with a high price, that you should honor your God. Praise God. Amen. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഞാൻ നിർത്തട്ടെ. Let's read Romans 12:1-3. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്, ഇതൊരു പ്രബോധനമാണ്. This is a giving that he says, he's addressing it. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ഈ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്തുവാ? So worship of the mind, you know what that means? ട്യൂണ് പിടിച്ച് ആരാധിക്കുന്നതാണോ? That ട്യൂണ് പിടിച്ച് ആരാധിക്കുന്നതാണോ? that you do with tune or guitar or music. Praise God. Amen. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയാമോ? You know what the worship of the mind means? ആരെ ആരാധിക്കുന്നുള്ള ബുദ്ധി നിനക്ക് ഉണ്ടായിരിക്കണം. That you should have the mind to who you're worshiping. നീ ആരുടെ സന്നിധിയിലാണെന്നൊരു ബുദ്ധി ഉണ്ടായിരിക്കണം. Who you are in the presence of, you should have a remembrance in your mind. ചിലർ പറയാറില്ലേ മോനെ ബുദ്ധിയോടൊക്കെ സംസാരിച്ചോണേന്ന്. You know, some people say, look, speak with mind, remember who you're talking to. Praise God. Mindful ആയിരിക്കണം.
Be mindful ഞാൻ ആരുടെ മുൻപാകെ ഇരിക്കുന്നുവെന്ന്. that who you're standing in front of, പോറയിലിരുന്നാലും നടുക്കിരുന്നാലും മുന്നിലിരുന്നാലും wherever you stand, in front of the back, അകത്ത് നിന്നാലും പുറത്ത് നിന്നാലും whether you're outside or inside, സ്തോത്രം, ബുദ്ധി ഉണ്ടായിരിക്കണം. ഞാൻ ആരാധിക്കുന്ന ഒരു you ദൈവം should have sense of where you're standing. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടോ. There is a God who sees ആകാശത്ത് me. പോയി ഒളിച്ചിരുന്നാലും ഭൂമിയിൽ ഒളിച്ചാൽ സമുദ്രത്തിൽ ഒളിച്ചിരുന്നാലും കാണുന്ന ഒരു ദൈവമുണ്ടോ. Even if you go in the depths of the ocean or the world or the heights of the heavens, that there's a God who sees. ഇങ്ങനെ ചിന്തിക്കുന്നവൻ അവന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമാക്കിക്കൊണ്ടേയിരിക്കും. The one who thinks like that will give their body as a living sacrifice to the Lord. ശരീരത്തിന് പരിച്ഛേദന ഏൽക്കാത്തത് കൊണ്ടാണ് Because you have not been circumcised of the body, പലയിടത്തും ദൈവമക്കൾ ആരാധനയ്ക്ക് വന്ന് ഇങ്ങനെ ചുമ്മാതിരുന്നിട്ട് പോകുന്നത്. that many come to the worship and just sit there and leave. കൈയടിക്കില്ലേ, They won't clap their hands. സ്തോത്രമില്ല, There is no praises. പാടുന്നില്ല, They don't ശരീരം sing. ദൈവത്തിന് വിട്ടുകൊടുക്കാറില്ല. They don't give their bodies. നാളത്തെ ചിന്തകളും കടങ്ങളും ഭാരങ്ങളും ഇന്ന് ആർക്കൊക്കെ വാട്സാപ്പ് ചെയ്യണം എന്നുള്ള ചിന്തയിലിരിക്കുക. They think about the problems in their life and who they should WhatsApp. സത്യമല്ലേ, ദൈവസഭയിൽ ചെല്ലുമ്പോഴേ നമ്മൾ പല പ്ലാൻ ഉണ്ടാക്കുന്നേ. You know, isn't it the truth that when we come to the church of the Lord that we think of many things? പലരും അങ്ങനെയാ. Many people are like that. അവരുടെ മുഴുവനും ഐഡിയകൾ ആ ഒരു വീക്കിന്റെ പ്ലാൻ ഉണ്ടാക്കുന്നത് പലരും സഭയിൽ പോയിരിക്കുമ്പോഴാണ്. കാരണം സമയം കിട്ടുന്നുണ്ട്. When they come to the church is when they think about all the weeks they need to do. They plan. ചിലർ സുഖമായിട്ട് ഉറങ്ങുന്ന സഭയിൽ പോകുമ്പോഴാ. Some people sleep when they come to the church. കാരണം അത്രയും നേരം ചൂടോ തണുപ്പോ രണ്ടിലേതെങ്കിലും ഒന്നുണ്ടാവും. സുഖമായിട്ടിരിക്കാനുള്ള നല്ല ചെയറും ഉള്ളത് കൊണ്ട് സുഖമായിട്ടിരുന്ന് ഉറങ്ങും. It's very comfortable to sleep. It's whatever it's cold or hot, you just come and sleep. Praise God. Amen. അതെന്താ കാര്യം അറിയാമോ? You know why that is? ശരീരത്തിൽ പരിച്ഛേദന ഏറ്റിട്ടില്ലെന്ന്. Because there's no circumcision of the എങ്ങനത്തെ body. പരിച്ഛേദന? പുതിയ നിയമത്തിന്റെ പരിച്ഛേദന. Which circumcision of the New Testament? Praise God. Amen. അത് പറഞ്ഞു യാഗമായി നീ അർപ്പിക്കണം. That you should give yourself as a holy sacrifice. അടുത്തത്, ഈ ലോകത്തിന് നീ അനുരൂപരാകരുത്. That you shouldn't be conformed to the world. നാട്ടുകാരല്ല പാസ്റ്ററുടെ മോൻ ഇങ്ങനെ പോകുന്നത്, പിന്നെ ഞങ്ങൾക്ക് പോയാൽ എന്താ കുഴപ്പം? Yeah, many people will say that, oh, pastors' children are like this. Then what about me? So what? അവിടെ ആരല്ലേ ഗുണമുള്ളത്? പിന്നെ എന്തുവാ ഞങ്ങളെ മാത്രം ഇത്ര പറയുന്നത്? Now there, who's the greater over there? Then why are you just talking about me? ഇവിടെ പറയുന്നത് മറ്റുള്ളവർക്ക് അനുരൂപനാകാനല്ല പറഞ്ഞേക്കുന്നത്. But here it says, don't be conformed to other people. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. That we should be transformed, the renewing of the mind to prove that what is the good and acceptable and perfect will of God. രൂപാന്തരപ്പെടണം. That's why you need to be transformed. മൂന്നാം വാക്യം പറയുന്നത്, Amen. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവിന് പങ്കിട്ടതുപോലെ അപ്പൊ ചിലർക്ക് എനിക്ക് ഈ വിശ്വാസമുള്ള വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അവനവന് കിട്ടുന്നില്ല വിശ്വാസം. എന്റെ വിശ്വാസം ഇതാ. Some people say that this is my faith and this is because the word says that there is a faith there and this is what I give. That's not what it says over here. ദൈവത്തിന് സ്തോത്രം. അവനവന് വിശ്വാസത്തിന്റെ അളവിന്. കാരണം നമുക്കൊക്കെ വിശ്വസിക്കാൻ തക്കവണ്ണം ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. That because we have a faith in our lives because of the experience they've taught us. കഴിഞ്ഞ ദിവസം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. There is something that God asked when I was praying. പ്രാവശ്യം ഞാൻ നിന്റെ ജീവിതത്തിൽ ഏലിയാവിന്റെ കാക്കയെ അയച്ചിട്ടുണ്ട്? You know, how many times I've sent the Elijah's raven upon your lives? ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. It's an example I'm saying. ആഹാരത്തിന് വേണ്ടി to find നാളത്തെ കാര്യം എങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചപ്പോഴൊക്കെ whenever I thought about how things tomorrow is going to be, ജീവിതത്തിൽ തന്ന ഒരു ഏലിയാവിന്റെ ദൈവം എനിക്കുണ്ട്. in my life that was sent a raven from Elijah from God. ഭൂമിയിൽ നീ രോഗം മൂലം മാറ്റപ്പെടുമോ, ഈ ആപത്ത് മൂലം ഞാൻ മാറ്റപ്പെടുമോ എന്ന് ചിന്തിച്ചപ്പോൾ, that with the problems in my life, the sickness, the disease in my life, that I may leave this world, അതിന് നടത്തിയ ഒരു ദൈവമുണ്ട്. but there's a God who sustained me. ദൈവമക്കളെ നമ്മളെ ഓരോരുത്തരെയും നടത്തിയ ദൈവമുണ്ട്. There's a God who enabled and sustained us. അതാ അവനവനുള്ള വിശ്വാസത്തിനനുസരിച്ചെന്ന് പറയാൻ കാരണം. That's why it says according to each person's faith. നിന്റെ ജീവിതത്തിന്റെ അനുഭവമാ നിന്റെ വിശ്വാസം. That your faith is the experience of your life. ദൈവത്തിന്റെ കരം പ്രാപിക്കാത്ത ആരും ഇന്നില്ല കേട്ടോ. There is nobody here who hasn't dealt the hand of God. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഓർപ്പിച്ചു നിർത്തട്ടെ. Let me remind this and let me close out. ചെവിക്ക്
പരിച്ഛേദന വേണം. The ear need to be circumcised. ഹൃദയത്തിന് പരിച്ഛേദന വേണം. The heart needs to be circumcised. വാക്കുകൾക്ക് പരിച്ഛേദന വേണം. Your words need to be circumcised. ശരീരത്തിന് പരിച്ഛേദന That your വേണം. body needs to be circumcised. കണ്ണുകൾക്ക് പരിച്ഛേദന That your വേണം. eyes need to be circumcised. Praise God. കാണേണ്ടത് ദൈവമക്കൾ കാണാവൂ. That only things that you should see should a child of God see. പഴയ മനുഷ്യനെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നീ കാണേണ്ടതേ കാണാവൂ. That if you have buried the old man, then you should only see what you should see. എന്താ ഇപ്പൊ അതൊന്ന് കണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് So what? We have saw it. ഞാൻ എന്തോ അങ്ങ് പിന്മാറ്റത്തിൽ പോകുമോ? Do I go backsliding? പ്രിയ സഹോദര സഹോദരി, Dear children of God, നീ ഇന്ന് പോയില്ലെങ്കിലും നിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് നീ കണ്ടതെല്ലാം റിവീൽ ചെയ്തുകൊണ്ടിരിക്കും. that if you don't go now, but when you in the prayer time, you will think about all this. കരയാനുള്ള മനസ്സ് വരില്ലേ? Then you wouldn't have a heart to cry. അന്നേരം നിന്റെ മനസ്സിൽ കോമഡിയിലെ വാക്കുകളായിരിക്കും ഓടി വരുന്നത്. Then it comes to let the things that you നാം കണ്ട watched, ഓരോ റിവീലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. that all the reels that you watched will come in your mind. അതുകൊണ്ടാ പറയുന്നത് ആകരുതാത്ത നീയും ദൈവവുമായിട്ട് അകലുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവസ്ഥനിൽ കരയാൻ പറ്റുന്നില്ലെങ്കിൽ, അല്പസമയം ദൈവസ്ഥനിൽ മുട്ടുകുത്താൻ പറ്റുന്നില്ലെങ്കിൽ, എവിടെയോ വീഴ്ചകൾ വന്നു, ഒരു പക്ഷേ നീ എന്തോ കാണുന്നതായിരിക്കും കേട്ടോ. If you're not able to cry, if you're not able to kneel down before the Lord, it's because there has been some form of communication wrong over there with God. It's because you watched something that you shouldn't have. കണ്ണിനെ പരിച്ഛേദന ചെയ്യണം. That your eyes should be circumcised. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ May സഹായിക്കട്ടെ. God bless you with these words. Praise God.